എല്ലാവർക്കും ടേൺ ടു സക്സസ് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട നിയമനങ്ങളും പദവികളുമാണ്. ഓൾറെഡി നമ്മൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നിയമനങ്ങളും പദവികളുടെയും വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരാണെങ്കിൽ കാണുക. അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: നിലവിലെ സംസ്ഥാന ചീഫ് ഇലക്ടറൽ ഓഫീസർ ആരാണ്? MS രാമസ്വാമി, എ ഷാജഹാൻ, രത്തൻ യു ഗേൽക്കർ, ടിക്കാറാം മീണ. ആരാണ് ഉത്തരം? ഓപ്ഷൻ സി രത്തൻ യു ഗേൽക്കർ. രത്തൻ യു ഗേൽക്കർ ആണ് നിലവിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർ. MS രാമസ്വാമി ആരാണ്? കേരളത്തിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് MS രാമസ്വാമി. എ ഷാജഹാൻ നിലവിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. അതുപോലെ ടിക്കാറാം മീണ, അതായത് രത്തൻ യു ഗേൽക്കറിന് തൊട്ട് മുന്നേ സഞ്ജയ് കൗളായിരുന്നു. അതിനു മുന്നേ ഉണ്ടായിരുന്ന ആളാണ് ആര്? ടിക്കാറാം മീണ. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് തോൽക്കില്ല ഞാൻ. നെക്സ്റ്റ് നമുക്ക് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആർട്ടിക്കിൾ 243 പരാമർശിക്കുന്ന ഭാഗം 9. അതായത് ഭാഗം 9 പഞ്ചായത്തി രാജ് നിയമത്തിലാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റി പരാമർശിക്കുന്നത്. നിലവിൽ വന്നത് 1993 ഡിസംബർ 3-നാണ്. കാലാവധി 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. നിയമനം രാജിക്കത്ത് ഗവർണറാണ്. നീക്കം ചെയ്യാനുള്ള അധികാരം രാഷ്ട്രപതിക്കാണ്. അതായത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നീക്കം ചെയ്യുന്നത് ഹൈക്കോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യുന്ന സെയിം പ്രൊസീജിയർ ഉപയോഗിച്ചാണ്. അതായത് പാർലമെന്റിന്റെ ശുപാർശ പ്രകാരം രാഷ്ട്രപതി നീക്കം ചെയ്യുന്നു. നിയമനവും രാജിക്കത്തും ഗവർണറാണ്. ആദ്യത്തെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് MS രാമസ്വാമി. രണ്ടാമത്തെ ആളാണ് MS ജോസഫ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: നിലവിലെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് KT കോശി, ജസ്റ്റിസ് നിതിൻ മധുകർ ജംദർ, ജസ്റ്റിസ് KK ഉഷ, ജസ്റ്റിസ് സുജാത മനോഹർ. ആരാണ് ഉത്തരം? ഓപ്ഷൻ ബി ജസ്റ്റിസ് നിതിൻ മധുകർ ജംദർ. നിലവിൽ 39ാമത്തെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് നിതിൻ മധുകർ ജംദർ. 38ാമതാരാണ്? ആശിഷ് ജിതേന്ദ്ര ദേശായി ആയിരുന്നു. ആരാണ് ജസ്റ്റിസ് KT കോശി? അതായത് കേരളത്തിലെ ആദ്യത്തെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു ജസ്റ്റിസ് KT കോശി. ജസ്റ്റിസ് സുജാത മനോഹർ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയ ആദ്യത്തെ വനിതയാണ്. അതുപോലെ സുപ്രീം കോടതി ജഡ്ജിയായ രണ്ടാമത്തെ വനിതയാണ്. ആദ്യത്തെ വനിത ഫാത്തിമ ബീവി ആയിരുന്നു. രണ്ടാമത്തെ വനിതയാണ് സുജാത മനോഹർ. അതുപോലെ ജസ്റ്റിസ് KK ഉഷ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയ ആദ്യത്തെ മലയാളി വനിതയാണ്. മലയാളിയാണ് ജസ്റ്റിസ് KK ഉഷ. മലയാളി വനിതയാണ് KK ഉഷ. ഓക്കെ അല്ലേ? അങ്ങനെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നിലവിലെ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? പാലാട്ട് മോഹൻദാസ്, സിബി മാത്യൂസ്, വിശ്വാസ് മേത്ത, B ഹരിനായർ. ആരാണ് ഉത്തരം? ഓപ്ഷൻ ഡി V ഹരിനായർ. പാലാട്ട് മോഹൻദാസ് ആദ്യത്തെ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ്. രണ്ടാമത്തെ ആളാണ് സിബി മാത്യൂസ്. മൂന്നാമത്തെ ആളാണ് വിശ്വാസ് മേത്ത. നെക്സ്റ്റ് നമുക്ക് സംസ്ഥാന വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട കുറച്ച് ഫാക്ട്സ് നോക്കാം. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 2005 ഡിസംബർ 19. അതായത് 2005 RT ആക്ട് പ്രകാരം 2005 ഡിസംബർ 19-നാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത്. അതായത് അംഗങ്ങളുടെ എണ്ണം 1+10, അതായത് 10 മാക്സിമം ആണ്. അതായത് ഒരു ചെയർമാനും 10-ൽ കൂടാത്ത അംഗങ്ങളും. മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് 11 ആണ്. ഓക്കെ, അതുപോലെ തന്നെ സംസ്ഥാന വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട RT ആക്ടിലെ വകുപ്പാണ് വകുപ്പ് 15 to 17. അതായത് വകുപ്പ് 15, 16, 17. കേന്ദ്ര വിവരാവകാശ കമ്മീഷനായിട്ട് ബന്ധപ്പെട്ട വകുപ്പാണ് ഇത് വകുപ്പ് 12 to 14, 12, 13, 14. സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരത്താണ്. ആദ്യത്തെ ആള് പാലാട്ട് മോഹൻദാസ്. അതുപോലെ രണ്ടാമത്തെ സിബി മാത്യൂസ്. മൂന്നാമത്തെ, ഏറ്റവും കൂടുതൽ കാലവും സിബി മാത്യൂസ് ആയിരുന്നു. മൂന്നാമത്തെ ആളാണ് വിശ്വാസ് മേത്ത. നാലാമത്തെ ആള് വിൻസം എം പോൾ. നിലവിൽ 5ാമത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് V ഹരി നായർ.
കേരള കലാമണ്ഡലത്തിൻ്റെ നിലവിലെ ചാൻസലർ മല്ലിക സാരാഭായ്, വൈസ് ചാൻസലർ ബി അനന്തകൃഷ്ണൻ. കഴിഞ്ഞ പ്രിലിംസിനൊക്കെ ചോദിച്ചായിരുന്നു നിലവിലെ വൈസ് ചാൻസലറാണ് ആര്? ബി അനന്തകൃഷ്ണൻ. ചാൻസലർ പൊതുവെ യൂണിവേഴ്സിറ്റികളൊക്കെ ചാൻസലർ പറഞ്ഞ ഗവർണറായിരിക്കും. പക്ഷേ കേരള കലാമണ്ഡലം ഒരു കൽപ്പിത സർവകലാശാല ആയതുകൊണ്ട് തന്നെ ഇതൊരു ഡീംഡ് യൂണിവേഴ്സിറ്റിയാണ്. അതുകൊണ്ട് ഇതൊരു സ്വതന്ത്ര ഭരണാധിപതി ഉണ്ട്. അതുകൊണ്ടാണ് ഇതിൻ്റെ ചാൻസലർ വരുന്ന ചാൻസലറാണ് മല്ലിക സാരാഭായ്. അതായത് വിക്രം സാരാഭായുടെയും മൃണാളിനി സാരാഭായുടെയും മകളാണ് മല്ലിക സാരാഭായ്. നൃത്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ കേരള കലാമണ്ഡലവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ഫാക്ട്സ് നോക്കാം. കേരള കലാമണ്ഡലം നിലവിൽ വന്നത് 1930 നവംബർ 9 ആദ്യം കേരള കലാമണ്ഡലം ഒരു ചാരിറ്റബിൾ സൊസൈറ്റി ആയിരുന്നു. അപ്പോൾ ചാരിറ്റബിൾ സൊസൈറ്റി ആയത് 1927 അതിന് ചാരിറ്റബിൾ സൊസൈറ്റി കേരള കലാമണ്ഡലമായി മാറിയത് 1930 നവംബർ 9 സ്ഥാപകരാണ് ആരൊക്കെ? വള്ളത്തോളും മണക്കുളം മുകുന്ദരാജയും. സ്ഥിതി ചെയ്യുന്നത് വള്ളത്തോൾ നഗർ, ചെറുതുരുത്തി, തൃശ്ശൂർ. അതായത് തൃശ്ശൂരിൽ ചെറുതുരുത്തിയിൽ ഭാരതപ്പുഴയുടെ തീരത്താണ് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ കേരള കലാമണ്ഡലത്തിൻ്റെ കുറച്ച് വർഷങ്ങളാണ് പറഞ്ഞത്. നെഹ്റു സന്ദർശിച്ച വർഷം 1955. കേരള സർക്കാർ ഏറ്റെടുത്തത് 1957. ഇതിനെ കൽപ്പിത സർവകലാശാല ഡീംഡ് യൂണിവേഴ്സിറ്റിയെ പ്രഖ്യാപിച്ചത് 2007. കേരളത്തിൽ ആദ്യത്തെ കൽപ്പിത സർവകലാശാലയും കൂടിയാണ് കേരള കലാമണ്ഡലം. UGCയുടെ A കാറ്റഗറി പദവി ലഭിച്ച വർഷം 2010. അതുപോലെ തന്നെ ഇതിൻ്റെ ചാൻസലറും വൈസ് ചാൻസലറും കൂടാണ് ഒരു പ്രോ ചാൻസലർ ഉണ്ടാവും. പ്രോ ചാൻസലറാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രി. നിലവിലാരായിരിക്കും? സജി ചെറിയാനാണ്. നിലവിലെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ് സജി ചെറിയാൻ. സജി ചെറിയാൻ്റെ മണ്ഡലമാണ് ചെങ്ങന്നൂർ, ആലപ്പുഴയിലെ ചെങ്ങന്നൂരാണ്. ഓക്കെ. അതേപോലെ കേരള കലാമണ്ഡലത്തിൻ്റെ പ്രഥമ വൈസ് ചാൻസലർ ആയിരുന്നു KG പൗലോസ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. നന്നായിട്ട് എന്ത് ചെയ്യുക? പഠിച്ചു നോക്കുക. നെക്സ്റ്റ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പദവികൾ നോക്കാൻ പോവാണ്. നിലവിലെ കേരള ഗവർണറാണ് രാജേന്ദ്ര അർലേക്കർ. അതായത് 23ാമത് കേരള ഗവർണറാണ് രാജേന്ദ്ര അർലേക്കർ. അതിന് തൊട്ട് മുന്നേ കേരള ഗവർണറായിരുന്ന വ്യക്തിയാണ് ആരാണ് തൊട്ട് മുമ്പുണ്ടായിരുന്നത്? രാജേന്ദ്ര അർലേക്കറിന് മുന്നേ ആരിഫ് മുഹമ്മദ് ഖാൻ. ഓക്കെ. അതുപോലെ തന്നെ നിലവിലെ കേരള മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. 23ാമത് മുഖ്യമന്ത്രിയാണ്. പക്ഷെ മുഖ്യമന്ത്രിയാവുന്ന 12ാമത്തെ വ്യക്തിയാണ് പിണറായി വിജയൻ. ഓക്കെ. അതുപോലെ നിലവിലെ നിയമസഭ എന്ന് പറഞ്ഞാൽ 15ാമത് കേരള നിയമസഭയാണ്. 15ാമത് കേരള നിയമസഭയാണ്. അതുപോലെ 24ാമത്തെ സ്പീക്കറാണ് നിലവിൽ ആരാണ്? AN ഷംസീർ. AN ഷംസീറിൻ്റെ മണ്ഡലം ഏതാണ്? തലശ്ശേരിയാണ്. പിണറായി വിജയൻ്റെ മണ്ഡലം ഏതാണ്? കണ്ണൂർ, ധർമ്മടാണ്. അതൊന്ന് ഓർത്തിരിക്കുക. നിയോജക മണ്ഡലങ്ങൾ ഓർത്തിരിക്കുക. അതുപോലെ നിലവിലെ ഡെപ്യൂട്ടി സ്പീക്കറാണ് ചിറ്റയം ഗോപകുമാർ. അതായത് മണ്ഡലം അടൂരാണ്. ചിറ്റയം ഗോപകുമാർ മണ്ഡലം ഏതാണ്? അടൂരാണ്. അതുപോലെ 15ാം നിയമസഭയുടെ പ്രോട്ടേം സ്പീക്കർ, അതായത് ആദ്യത്തെ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ആളെയാണ് നമ്മൾ എന്ത് പറയുക? പ്രോട്ടേം സ്പീക്കർ. പ്രോട്ടേം സ്പീക്കറായിരുന്നു PTA റഹീം. അദ്ദേഹത്തിൻ്റെ മണ്ഡലം കുന്നമംഗലമാണ്. മണ്ഡലം ഏതാണ്? കുന്നമംഗലം. അതുപോലെ നിലവിലെ പ്രതിപക്ഷ നേതാവാണ് VD സതീശൻ. അദ്ദേഹത്തിൻ്റെ മണ്ഡലം നോർത്ത് പരവൂർ, എറണാകുളം ജില്ലയിലെ നോർത്ത് പരവൂരാണ്. അതുപോലെ തന്നെ PSC റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന കുറച്ച് നിയമങ്ങളാണ്. നിലവിലെ കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റാണ് K സച്ചിദാനന്ദൻ. കേരള സംഗീത നാടക അക്കാദമിൻ്റെ ചെയർമാനാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടി. അതുപോലെ കേരള ലളിതകലാ അക്കാദമിൻ്റെ ചെയർമാൻ മുരളി ചിരോത്ത്. അദ്ദേഹം ചിത്രകലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതായത് ചിത്രകലയെയും ശില്പകലയെയും പ്രോത്സാഹിപ്പിക്കുന്ന സ്ഥാപനമാണ് ഇത് കേരള ലളിതകലാ അക്കാദമി. ഓക്കെ. അതുപോലെ ഫോക്ലോർ അക്കാദമിൻ്റെ ചെയർമാനാണ് OS ഉണ്ണികൃഷ്ണൻ. അദ്ദേഹം പടയണിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതായത് ഫോക്ലോർ നാടൻ കലാ അക്കാദമി, ഫോക്ലോർ അക്കാദമി. ഇതിൽ കേരള സാഹിത്യ അക്കാദമി നിലവിലുന്നത് 1956 ഓഗസ്റ്റ് 15 1956 ഓഗസ്റ്റ് 15 ഇത് ഉദ്ഘാടനം ചെയ്ത ശ്രീ ചിത്തിര തിരുനാളായിരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്നു ആര്? സർദാർ KM പണിക്കർ. അതുപോലെ കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിദ്ധീകരണങ്ങളാണ് ഇതൊക്കെ: സാഹിത്യ ചക്രവാളം, സാഹിത്യ ലോകം, മലയാളം ലിറ്ററേച്ചർ സർവേ. അതുപോലെ തന്നെ കേരള സാഹിത്യ അക്കാദമി നിലവിൽ വരുമ്പോൾ അതിൻ്റെ ആസ്ഥാനം കനകക്കുന്ന് കൊട്ടാരമായിരുന്നു തിരുവനന്തപുരത്ത്. അതുപോലെ നിലവിലെ ആസ്ഥാനം തൃശ്ശൂരാണ്. 1958 മുതൽ ആസ്ഥാനം എവിടെയാണ്? തൃശ്ശൂരാണ്. നെക്സ്റ്റ് കേരള സംഗീത നാടക അക്കാദമി നിലവിൽ വന്നത് 1958 ഏപ്രിൽ 26 ഉദ്ഘാടനം ചെയ്തത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ആസ്ഥാനം ചെമ്പുകാവ്, തൃശ്ശൂർ. അതുപോലെ തന്നെ ഇതിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്നു മങ്കു തമ്പുരാൻ. അതുപോലെ സെക്രട്ടറി ആയിരുന്നു PK നമ്പ്യാർ. സംഗീത നാടക അക്കാദമിയുടെ ആനുകാലിക പ്രസിദ്ധീകരണമാണ് കേളി. ആനുകാലിക പ്രസിദ്ധീകരണം ഏതാണ്? കേളി. 1963 ഇത് ആരംഭിച്ചത്, പ്രസിദ്ധീകരണം ആരംഭിച്ചത്. നെക്സ്റ്റ് കേരള ലളിതകലാ അക്കാദമി നിലവിൽ വന്നത് 1962 ഇതിൻ്റെയും ആസ്ഥാനം ചെമ്പുകാവ്, തൃശ്ശൂർ.
ഇതിൻ്റെ ആദ്യത്തെ ചെയർമാനായിരുന്നു എം രാമവർമ്മ രാജ. എം രാമവർമ്മ രാജ. അതുപോലെ തന്നെ ഇതിൻ്റെ മുഖവാസികയാണ് ചിത്രവാർത്ത. ലാസ്റ്റ് കേരള ഫോക്ലോർ അക്കാദമി നിലവിൽ വന്നത് 1995 ജൂൺ 28-നാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ആസ്ഥാനം കണ്ണൂർ ചിറക്കലാണ്. ആദ്യത്തെ ചെയർമാൻ ജി ഭാർഗവൻ പിള്ള. ആദ്യ ചെയർമാൻ ആരാണ്? ജി ഭാർഗവൻ പിള്ളയാണ്. അതുപോലെ തന്നെ എന്താണ് ഇതിൻ്റെ മാസികയാണ് ഇത് പുലി. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടാണ് നാടൻ കലാ മ്യൂസിയം കണ്ണൂർ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ. അതുപോലെ നൽകുന്ന പുരസ്കാരം എന്ന് പറഞ്ഞാൽ PK കാളൻ പുരസ്കാരമാണ്. നമുക്ക് നെക്സ്റ്റ് പദവി നോക്കാം. കേരള ചലച്ചിത്ര അക്കാദമിൻ്റെ ചെയർമാനാണ് പ്രേംകുമാർ. അതുപോലെ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ ചെയർമാൻ ഷാജി N കരുൺ. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ആർട്സ്. ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതാരാണ്? അതിൻ്റെ ചെയർമാനാണ് ആര്? സയ്യിദ് അക്തർ മിർസ. പേരൊന്ന് ഓർത്തിരിക്കുക, സയ്യിദ് അക്തർ മിർസ. അതുപോലെ തന്നെ സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡിൻ്റെ ചെയർമാനാണ് മധു പാൽ. അതായത് ഷാജി N കരുൺ. അതായത് 1988 പിറവി എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ദേശീയ ചലച്ചിത്ര അവാർഡൊക്കെ കിട്ടിയ വ്യക്തിയാണ്. ആര്? മികച്ച സംവിധായകന് ദേശീയ ചലച്ചിത്ര അവാർഡ് കിട്ടി. ആർക്ക്? ഷാജി N കരുൺ. അതൊന്ന് ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. 1988 ഷാജി N കരുണിന് ദേശീയ ചലച്ചിത്ര അവാർഡ് കിട്ടിയ മികച്ച സംവിധായകനുള്ള. ഓക്കെ. അതുപോലെ തന്നെ മോഹൻലാലിന് ദേശീയ ചലച്ചിത്ര അവാർഡ് കിട്ടിയ സിനിമയാണ് വാനപ്രസ്ഥം. ആ സിനിമ സംവിധാനം ചെയ്തതും ഷാജി N കരുൺ ആയിരുന്നു. നിലവിലെ ചീഫ് സെക്രട്ടറിയാണ് ശാരദ മുരളീധരൻ. അതായത് 49ാമത് ചീഫ് സെക്രട്ടറിയാണ് ശാരദ മുരളീധരൻ. 48ാമത് K വേണു. അതായത് K വേണുവിൻ്റെ വൈഫാണ് ആര്? ശാരദ മുരളീധരൻ. നമുക്കറിയാം ചീഫ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ സംസ്ഥാന ഉദ്യോഗസ്ഥ വൃന്ദത്തിൽ അല്ലെങ്കിൽ ബ്യൂറോക്രസിയിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനാണ് ചീഫ് സെക്രട്ടറി. അതുപോലെ തന്നെ നിലവിലെ സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ്റെ വൈസ് ചെയർമാനാണ് BK രാമചന്ദ്രൻ. അതുപോലെ അതിൻ്റെ ചെയർമാൻ ആരായിരിക്കും? മുഖ്യമന്ത്രി ആയിരിക്കും. ഓക്കെ. അതുപോലെ സംസ്ഥാന പോലീസ് മേധാവിയാണ് ഷെയ്ഖ് ദർവേഷ് സാഹിബ്. അതായത് 35ാമത് സംസ്ഥാന പോലീസ് മേധാവിയാണ് ഷെയ്ഖ് ദർവേഷ് സാഹിബ്. അതിന് തൊട്ടു മുന്നേ ഉണ്ടായിരുന്ന വ്യക്തിയാണ് അനിൽ കാന്ത്. നിലവിലെ അഡ്വക്കേറ്റ് ജനറലാണ് K ഗോപാലകൃഷ്ണ കുറുപ്പ്. അതുപോലെ നിലവിലെ കേരള ലോകായുക്തയാണ് N അനിൽകുമാർ. ഓർത്തിരിക്കുക. നിലവിലെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷനാണ് അലക്സാണ്ടർ തോമസ്. അതുപോലെ നിലവിലെ സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷ P സതീദേവി. 7ാമത് അധ്യക്ഷയാണ് P സതീദേവി. അതുപോലെ തന്നെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ ചെയർമാനാണ് ജസ്റ്റിസ് CK അബ്ദുൾ റഹീം. അതുപോലെ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ KN ഹരിലാൽ. നിലവിൽ 7ാമത് ധനകാര്യ കമ്മീഷനാണ് നിലവിലുള്ളത്. തൊട്ടുമുൻ 6ാമത് ധനകാര്യ കമ്മീഷൻ അധ്യക്ഷനായിരുന്നു SM വിജയാനന്ദ്. അതുപോലെ തന്നെ കേന്ദ്ര ധനകാര്യ കമ്മീഷനാണ് നിലവിൽ പുതിയ കേന്ദ്ര ധനകാര്യ കമ്മീഷൻ അധ്യക്ഷനായ നിയമിതനായ വ്യക്തിയാണ് ആര്? അരവിന്ദ് പനഗരിയ. എത്രാമതാണ്? 16ാം ധനകാര്യ കമ്മീഷനാണ്. അതുപോലെ സംസ്ഥാന യുവജന കമ്മീഷൻ്റെ അധ്യക്ഷനാണ് M ഷാജർ. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ KV മനോജ് കുമാർ. കേരള പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ BS മാവോജി. കേരള പിന്നോക്ക സമുദായ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് G ശശിധരൻ. സംസ്ഥാന ന്യൂനപക്ഷ സമുദായ കമ്മീഷൻ ചെയർമാനാണ് AA റഷീദ്. സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ്റെ അധ്യക്ഷയാണ് KC റോസക്കുട്ടി. നിലവിലെ കേരള ബാങ്കിൻ്റെ പ്രസിഡന്റാണ് ഗോപി കോട്ടമുറിക്കൽ. അതുപോലെ കേരള ബാങ്ക് CEO ആണ് ജ്യോതി M ചാക്കോ. അതുപോലെ PSC ചെയർമാൻ, നിലവിലെ PSC ചെയർമാനാണ് MR ബൈജു. അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഓംബുഡ്സ്മാനാണ് PD രാജൻ. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറാണ് ഡോക്ടർ സത്യൻ M. മലയാള മിഷൻ ഡയറക്ടർ മുരുകൻ കാട്ടാക്കര. സാക്ഷരതാ മിഷൻ ഡയറക്ടറാണ് AG ഒലീന. ശുചിത്വ മിഷൻ ഡയറക്ടറാണ് UV ജോസ്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വന്നത് 1968 ഇതിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം നളന്തയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്ഥാപക ഡയറക്ടറായിരുന്നു NV കൃഷ്ണവാര്യർ. അതുപോലെ ഇതിൻ്റെ പ്രസിദ്ധീകരണമാണ് വിജ്ഞാന കൈരളി. ഓർത്തിരിക്കുക. അതുപോലെ തന്നെ മലയാള മിഷൻ നിലവിൽ വന്നത് 2009 ഉദ്ഘാടനം ചെയ്തത് 2009 പക്ഷേ ഇത് ആരംഭിച്ചത് 2005 അതുപോലെ ഇതിൻ്റെ ആസ്ഥാനം തൈക്കാട് തിരുവനന്തപുരമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ മുഖമാസികയാണ് ഭൂമി മലയാളം. നിലവിലെ സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡന്റാണ് U ഷറഫ് അലി. അതുപോലെ കേരള ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റാണ് V സുനിൽകുമാർ. തദ്ദേശ സ്വയംഭരണ ഓൾറെഡി നമ്മളത് പറഞ്ഞായിരുന്നു നേരത്തെ. അതുപോലെ കേരള വിജിലൻസ് ഡയറക്ടറാണ് യോഗേഷ് ഗുപ്ത. അതുപോലെ PSC പൊതുവെ ചോദിക്കാറുള്ള കുറച്ച് സർവകലാശാലകളുടെ ചാൻസലർമാരുടെ പേരാണെന്ന് പറഞ്ഞാൽ
ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ ചാൻസലറാണ് വൈസ് ചാൻസലറാണ് ഡോക്ടർ ജഗതി രാജ് VP. അതുപോലെ ഡിജിറ്റൽ സർവകലാശാല ഡോക്ടർ സിസ തോമസ്. മലയാള സർവകലാശാല ഡോക്ടർ L സുഷമ. അതുപോലെ 11ാം നിലവിലെ ധനകാര്യ ശമ്പള കമ്മീഷൻ്റെ ചെയർമാനാണ് K മോഹൻദാസ്. അതായത് നിലവിൽ 11ാം ശമ്പള കമ്മീഷനാണ് നിലവിലുള്ളത്. അധ്യക്ഷൻ K മോഹൻദാസ്. അതുപോലെ തന്നെ കൊച്ചി മെട്രോ റെയിലിൻ്റെ MD ആണ് ലോകനാഥ് ബെഹ്റ. അതായത് മുൻ പോലീസ് ചീഫായിട്ടുള്ള പോലീസ് മേധാവിയായിട്ടുള്ള ലോകനാഥ് ബെഹ്റ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കേരളത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് PSC ചോദിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ നിയമനങ്ങളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. അതായത് നിങ്ങൾ ഈ പറഞ്ഞ ഡിഗ്രി സെക്രട്ടറി മെയിൻസ് എക്സാം ഉണ്ട്, അത് കഴിഞ്ഞ് ഡിഗ്രി പ്രിലിംസ് ഒക്കെ വരാനുണ്ട് മെയ് മാസത്തിൽ. അതിനുവേണ്ടി നന്നായിട്ട് എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് എന്ത് ചെയ്യുക, ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.